എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നു, ആ വ്യക്തി നിങ്ങളുടേത് മാത്രമായി തീരുന്നു ഉടൻ തന്നെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. വളരെ വർഷക്കാലമായി നിങ്ങളുടെ ഒരാഗ്രഹമാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയൊരു വ്യക്തിയാണ്. ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായിരുന്നു. ആ അനുഭവങ്ങളിലൊക്കെ നന്മയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രകൃതി ഭാവത്തിൻ്റെയും ഒക്കെ നല്ല ഒരു ഉദാഹരണമായിരുന്നു നിങ്ങളുടെ ജീവിതം. എന്നെന്നും മൂല്യങ്ങളിൽ മുറുകെ പിടിക്കുകയും ഹരിതാഭമായ നന്മയുള്ള ഐശ്വര്യമുള്ള ഒരു നിലപാടാണ് നിങ്ങളെപ്പോഴും സ്വീകരിച്ചിരുന്നത്. ശാന്തിയും ശാന്തതയും നിങ്ങളുടെ സൗമ്യഭാവവും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നൽകുകയും ചെയ്തു. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനോടും ക്ഷമിക്കുന്ന, എന്തിനോടും അനുഭാവമുള്ള ഒരു മനസ്സുമായി ഇരുന്ന നിങ്ങളെ ചില ആക്രമണങ്ങൾ അല്ലെങ്കിൽ ചില ദുരിതങ്ങൾ ചിലരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾക്കുണ്ടായി. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്തുകൊണ്ട്, പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ജീവിച്ച് പോന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങളും ഉണ്ടായി. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതും ആ വ്യക്തിയുടേതായി തീർന്നതും ആ വ്യക്തിയെ മാത്രം മനസ്സിലെപ്പോഴും താലോലിച്ചതും പണത്തിനോ ഏതെങ്കിലും സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ലായിരുന്നു. തികച്ചും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സ്, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഇഷ്ടം അത് പ്രധാനപ്പെട്ടതായിരുന്നു. എന്നെന്നും മൂല്യവത്തായ ഒരു ജീവിതം, എന്നെന്നും സൗമ്യമായ ഒരു ജീവിതം അത് നയിച്ച് നേർരേഖയിലൂടെ കൊണ്ടുപോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായപ്പോൾ ഹൃദയത്തിൽ തൊട്ട ഒരു നന്മ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ട്. നിങ്ങളെന്നും ആഗ്രഹിച്ചിട്ടുണ്ട് ആ വ്യക്തി നിങ്ങളുടേതാകാൻ. നിങ്ങളുടെ മനസ്സിൽ അത് മഹത്തായൊരാഗ്രഹമായിരുന്നെന്നും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ, ആ വ്യക്തിയുടെ മനസ്സിൽ എന്നും ഒരു സ്ഥാനം നേടുക, എന്നും ഒരു സ്ഥാനം പിടിക്കുക എന്നുള്ള കലശലായ മോഹം നിങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നിങ്ങൾ അതിജീവിച്ചത് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ്. അതിനിടയിൽ നിങ്ങൾ സ്നേഹിച്ചൊരു വ്യക്തിയാണത്. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്കെന്നും പ്രചോദനമായിരുന്നു. ആ വ്യക്തിയുടെ സ്നേഹം മരണം വരെ ലഭിക്കാനും, ആ വ്യക്തിയുടെ സ്നേഹം എന്നെന്നും അതുപോലെ അറിയാനും കിട്ടുവാനും ഒക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് ആ വ്യക്തിയോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നെ ഇത്രമാത്രം ആ വ്യക്തി സ്നേഹിച്ചിരുന്നെങ്കിൽ, എന്നെ ഇത്രമാത്രം ആ വ്യക്തി മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതാ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ആ വ്യക്തി നിങ്ങളുടേതായിത്തീരുന്നു. നിങ്ങൾ എത്രത്തോളം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു, അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നിലയിലേക്ക് ആ വ്യക്തി എത്തുന്നു. അതാണ് ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ പിങ്ക് പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വ്യക്തി നിങ്ങളെ ഏതളവിൽ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ ഉള്ള ചിന്താഗതി അനുസരിച്ച് ആ വ്യക്തി എന്നെ അത്രക്ക് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ആ വ്യക്തി എന്നെന്നും നിങ്ങൾക്കൊപ്പം ഉറച്ചു നിന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം മാത്രമാണ് നിങ്ങൾ ലോകത്ത് ആഗ്രഹിച്ചത്. ഈ ലോകത്ത് ആര് നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും, ഈ ലോകത്ത് ആര് നിങ്ങൾക്ക് പരിഗണന നൽകിയില്ലെങ്കിലും ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ള തോന്നൽ,
ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ള നിങ്ങളുടെ കരുതൽ അത് നിങ്ങൾക്കെപ്പോഴും ശക്തി പ്രദാനം ചെയ്തിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ, അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു, നിങ്ങൾക്ക് വേണ്ടി എല്ലാം അർപ്പിച്ചു. എന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് ആ വ്യക്തിയുടെ നിതാന്തമായ സ്നേഹമാണ്. എന്നെ കുറച്ചുകൂടി ആ വ്യക്തി സ്നേഹിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി എന്നെ ആ വ്യക്തി മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളുടേത് മാത്രമാകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആരും ആ വ്യക്തിക്കൊരു അവകാശവാദം ഉന്നയിച്ച് വരരുത്. ആരും ആ വ്യക്തിക്കൊരു അവകാശവാദം ഉന്നയിക്കാൻ എൻ്റെ മുമ്പിൽ ഉണ്ടാകരുതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമോ എന്നുള്ളത് നിങ്ങൾക്കെന്നും സംശയമായിരുന്നു. നിങ്ങളത് ആഗ്രഹിച്ചിരുന്നു. നിങ്ങളെ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. പലപ്പോഴും നിങ്ങൾ ആ സ്നേഹത്തിന് വേണ്ടി ആ വ്യക്തിയായിട്ട് വഴക്കടിച്ചിട്ടുണ്ട്. പലപ്പോഴും ആ സ്നേഹത്തിന് വേണ്ടി ആ വ്യക്തിയുമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നോ, സ്നേഹിച്ചിരുന്നോ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കണം. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. ആ വ്യക്തി മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ലോകത്ത് ആര് മനസ്സിലാക്കിയിട്ടൊരു കാര്യമില്ല. ആ വ്യക്തി സ്നേഹിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് ആര് എന്നെ സ്നേഹിച്ചിട്ട് കാര്യമില്ലെന്നാണ് നിങ്ങളുടെ ചിന്താഗതി. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം പോലെ തന്നെ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം പോലെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ മരണം വരെ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുടനീളം എന്നും ആ വ്യക്തി ഉണ്ടാകും. മഴയായാലും വെയിലായാലും അനുകൂലമായ സാഹചര്യമായാലും പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും നിങ്ങളെ ജീവന് തുല്യം ആ വ്യക്തി സ്നേഹിക്കുന്നു. ആ വ്യക്തിക്ക് മറ്റൊരു നേട്ടവും വേണ്ട. ആ വ്യക്തിക്ക് നിങ്ങൾ മാത്രം മതി. നിങ്ങൾ എത്രമാത്രം ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങളായി നിങ്ങൾക്ക് വേണ്ടി കണ്ണ് നീട്ടി കാത്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കെല്ലാ സംരക്ഷണവും നൽകാനും നിങ്ങളുടെ വിജയം ആ വ്യക്തിയുടെ ജന്മാവകാശമായിട്ടാണ് ആ വ്യക്തി കരുതുന്നത്. നിങ്ങൾ വിജയിക്കണം. നിങ്ങളെ ആരും തള്ളിക്കളയരുത്. എല്ലായിടത്തും നിങ്ങൾക്ക് അംഗീകാരം കിട്ടണം. നിങ്ങൾക്ക് അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നും വേണ്ട എന്നുള്ള ധാരണയോടെയാണ് ആ വ്യക്തി പോകുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു അപൂർവമായ കരുത്ത് അത് നിങ്ങൾക്കുണ്ട്. ആ കരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.